ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് ഓറിയന്റേഷൻ സെഷൻ ആണ്. അപ്പൊ നമ്മളുടെ ലേൺവൈസിന്റെ ഈ പ്രാവശ്യത്തെ ഓറിയന്റേഷൻ സെഷന്റെ മോട്ടോ അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഡിസ്കവർ ലേൺ അച്ചീവ് എന്നാണ്. ഡിസ്കവർ ലേൺ അച്ചീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ ആയിത്തീരേണ്ടത് അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിന്റെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുക, അതിലൂടെ നമ്മൾ ആ നേട്ടത്തിലേക്ക് എത്തിച്ചേരുക എന്നതായിരുന്നു ലേൺ വൈസിന്റെ ഈ പ്രാവശ്യത്തെ ഓറിയന്റേഷൻ സെഷന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ 10th ഡേ ആണ്, ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇത്രയും കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ എല്ലാവരും അത്യാവശ്യം ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഏതൊക്കെ സെഷൻ ആയിരുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ സേ ഹലോ ടു ആയിരുന്നു. സേ ഹലോ ടു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാച്ച്മേറ്റ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ ഫീഡ്ബാക്ക് പറഞ്ഞു, നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സെഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തൊരു സെഷൻ ആയിരുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഗ്നുവിനെ ബേസ് ചെയ്തൊരു സെഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു. ഇഗ്നു എന്താണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണെന്നും കൂടാതെ ആ സെഷനിൽ നമുക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും അഡ്മിഷനെ ബേസ് ചെയ്തിട്ടും യൂണിവേഴ്സിറ്റിയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ ജനറൽ ആയിട്ട് നമുക്ക് തോന്നുന്ന ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു സെഷനകത്ത് ക്ലിയർ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്തുണ്ടായിരുന്നത്, ലേൺ വൈസിന്റെ ആപ്പിനെ ബേസ് ചെയ്തൊരു സെഷൻസ് ഉണ്ടായിരുന്നു. ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, ആപ്പിന്റെ വീഡിയോസ് എങ്ങനെയാണ് കാണേണ്ടത്, അസൈൻമെന്റ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ തന്നിരുന്നു. അതിനുശേഷം നമ്മൾ ലേൺ വിത്ത് ലേൺ വൈസ് ആയിരുന്നു, സിലബസ് ഡീകോഡിംഗ് ആണ്. നമ്മൾ BA സോഷ്യോളജി അല്ലെങ്കിൽ MA സോഷ്യോളജിയിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്നും അതിനെ ഡീപ് ഡൈവ് ആയിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി പോകുന്ന ഒരു സെഷൻ ആയിരുന്നു നമുക്ക് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അലൂമിൻ ടോക്ക് ആയിരുന്നു. നമ്മളുടെ ലേൺ വൈസിലെ ഫോമർ സ്റ്റുഡൻസ് എന്താണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർക്ക് ആ ഒരു സക്സസ് വന്നത് എങ്ങനെയാണെന്നും അവരെ ആ ഒരു സ്റ്റഡി പാറ്റേൺ എന്താണെന്നും അവർ ക്ലിയർ ആയിട്ട് ആ ഒരു സെഷനകത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് എൻമാസെ ആയിരുന്നു. ബിഹൈൻഡ് ദ ലേൺ വൈസ് ടീം ആരൊക്കെയാണ്, ഇപ്പൊ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന മെന്റേഴ്സിനെ നിങ്ങൾ അറിയുന്നുണ്ട്. അതല്ലാതെ തന്നെ ലേൺ വൈസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണെന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സെഷൻസ് വെക്കാൻ പറ്റിയില്ല എങ്കിലും ആസ് എ മെന്റർഷിപ്പ് എന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു സെഷനിൽ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തുണ്ടായിരുന്നത്, റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞത്. ആഫ്റ്റർ നമ്മളുടെ MA സോഷ്യോളജി അല്ലെങ്കിൽ BA സോഷ്യോളജിക്ക് ശേഷം നമുക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു സെഷനകത്ത് ക്ലിയർ ആയിട്ട് തന്നിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ സെഷൻ എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജിനെ ബേസ് ചെയ്തൊരു സെഷൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒരു കടമ്പ തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ആ ഇംഗ്ലീഷ് ബേസ് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമുക്കുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഒക്കെ എങ്ങനെ നമ്മൾക്ക് മീറ്റ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം എന്നുള്ളത് ആ ഒരു സെഷനിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഹാപ്പിനെസ് അപ്പാസിറ്ററിന്റെ സെഷൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എങ്ങനെ ദൂരീകരിക്കാം, എങ്ങനെ നമുക്ക് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് പഠനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ട് ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മളുടെ സ്വിച്ച് ടോൺ വന്നിരിക്കുന്നത്. സ്വിച്ച് ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ടൈം ടേബിൾ ഷെയർ ചെയ്ത് നമ്മളൊരു പുതിയ പഠനത്തിലേക്ക് ചുവട് വെക്കുകയാണ് സ്വിച്ച് ടോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ പേര് വാണി എന്നാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിങ്ങളെ ഡെയിലി ഞാൻ കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഈ ഒരു സെഷനകത്ത് എന്നോട് ലീഡ് ചെയ്യാനായിട്ട് ഹിസ്റ്ററിയിലെ മെന്ററായിട്ടുള്ള ആതിര മാം ഉണ്ട്, കൂടാതെ സ്നേഹ മാം ഉണ്ട്, കൂടാതെ ലേൺ വൈസിന്റെ ഒരു എൻ്റയർ കോർ ടീം നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പം സാറിന്റെ നമ്മളുടെ CEO ആയിട്ടുള്ള റഹീസ് സാറിന്റെ അഭാവത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സാറിന് ഈ ഒരു സെഷൻ അഡ്രസ് ചെയ്യാൻ വരണം വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാറിന്റെ ആ ഒരു ബിസി സ്കെഡ്യൂൾ വെച്ചിട്ട് സാറിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാറിന്റെ ബെസ്റ്റ് വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് തരികയാണ്. കൂടാതെ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കുറച്ച് അധികം ആൾക്കാരുണ്ട്. ലേൺ വൈസിന്റെ കോർ ടീം, നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള മുഹമ്മദ് സാറ്, അതേപോലെ കോ ഫൗണ്ടർ ആയിട്ടുള്ള നൗഫൽ സാറ്, റസൽ സാറ്, ഇവരെ കൂടാതെ തന്നെ നമ്മുടെ അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടുള്ള അശോക് സാറ്, പിന്നെ നമ്മളുടെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം, കൂടാതെ നമ്മുടെ സ്റ്റുഡന്റ് സക്സസീവ് എക്സിക്യൂട്ടീവിൽ നിന്ന് നമുക്ക് ആദില മാം, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തം ആൾക്കാരെയും നമുക്ക് ഈ ഒരു സെഷനിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പോലും പറ്റുന്ന ആൾക്കാരെല്ലാം ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് വിഷസ് തന്ന് നിങ്ങൾക്ക് നല്ലൊരു തുടക്കം കുറിക്കാനായിട്ട് ലേൺ വൈസിന്റെ കോർ ടീമും ഇന്ന്
നിങ്ങളുടെ കൂടെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക്സിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെയാണ് ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓവർ ടു സർ. ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സെഷൻസിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ 9 സെഷനായിട്ട് എന്തൊക്കെയായിരുന്നു, ഓരോ ദിവസത്തെ ഓരോ സെഷനിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് കഴിഞ്ഞ 9 സെഷനായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ്. അപ്പൊ ഞാനത് ഒത്തിരി ഡിലേ വരുത്താതെ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ എല്ലാ പെർമിഷനോട് കൂടി ലോഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ BA സോഷ്യോളജിയും അതുപോലെ MA സോഷ്യോളജി ലേണേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം ഞാൻ BA സോഷ്യോളജിയുടെ ടൈം ടേബിൾ ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ടൈം ടേബിൾ ഇപ്പൊ BA സോഷ്യോളജിനെ സംബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 പേപ്പറാണ് നിങ്ങൾക്ക് ഒരു കോഴ്സിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു ഇയറിൽ പഠിക്കാനുള്ളത്. അപ്പൊ അത് നമ്മൾ ഈ മൊത്തം ഇതിനെ നമ്മൾ 2 സ്ലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ളതും, അതുപോലെ എന്താണ് പിന്നത്തെ നമുക്ക് ജാനുവരി മുതൽക്ക് ജൂലൈ വരെയുള്ള സെഷനായിട്ട് 2 ഡിവൈഡ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. പിന്നെ അതുപോലെ വരുന്നതാണ് നിങ്ങളുടെ കോർ പേപ്പർ ആയിട്ട് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ആണ് അടുത്ത പേപ്പർ ആയിട്ടുള്ളത്. പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസും ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ഒരു സ്ലോട്ടിൽ പഠിക്കാനുള്ളത്. അടുത്ത നിങ്ങൾ എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത 3 കോർ പേപ്പേഴ്സ് നമ്മൾ നെക്സ്റ്റ് സ്ലോട്ടിൽ എന്ന് വെച്ചാൽ എക്സാമിനോട് അടുപ്പിച്ച് ജാനുവരി മുതൽക്ക് ജൂൺ വരെ എന്നുള്ള സ്ലോട്ടിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, നിങ്ങൾ നമ്മുടെ ലേൺ വൈസിന്റെ ടൈം ടേബിൾ സിസ്റ്റം അനുസരിച്ച് നമുക്ക് കാണാം. ലെസൺ ടൈം എന്ന് പറഞ്ഞ് 10:30 AM അതുപോലെ 7:30 PM കൊണ്ട് 2 ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ആണ് നിങ്ങൾക്ക് ലെസൺസ് കാണേണ്ട, അല്ലെങ്കിൽ ലെസൺ ടൈം. അത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് മാത്രമായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ലാത്തവർക്ക് ഈ ഒരു ടൈം ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, ആ ഒരു ഡേ കംപ്ലീറ്റ് ആവുന്നതിന്റെ മുന്നേ നിങ്ങൾ ആ 2 കോഴ്സും അല്ലെങ്കിൽ ആ 2 ലെസൺസും എന്താണോ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ പറഞ്ഞേക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താണ് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓഗസ്റ്റ് 5 വരുന്ന നിങ്ങൾക്ക് 2 പേപ്പറാണ്. ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് ഇൻട്രൊഡക്ഷനും അതുപോലെ ലെസൺ 1 ആണ് നിങ്ങൾ കാണുക. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ആ ഒരു ലെസൺ 1 അക്കമ്പനി ചെയ്ത് വരുന്ന നിങ്ങൾ അതിന്റെ SLMസും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന്റെ കൂടെ വാല്യൂ ആഡഡ് നോട്ട്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൊക്കെ ചിലപ്പോൾ വർക്ക് ബുക്ക് ആൻസർ ഫയൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ആ ലെസൺ കാണുന്നതിന്റെ കൂടെ ആ 2 കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, അത് വാച്ച് ചെയ്യുക. അങ്ങനെ പിറ്റത്തെ ഓഗസ്റ്റ് 6 ആകുമ്പോൾ നിങ്ങൾ ലെസൺ 2 പിന്നെ ലെസൺ 3 അങ്ങനെ ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു 11 ലെസൺസ് കഴിയുമ്പോഴാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെസൺസ് ഒക്കെ നിങ്ങൾ കാണുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത്രയും ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താണ്, ഒരു ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ലൈവ് സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫാക്കൽറ്റി, ഒരു സബ്ജക്ട് എക്സ്പേർട്ട് നിങ്ങളെ ലൈവായിട്ട് മീറ്റ് ചെയ്യും. നിങ്ങളെ സൂം ലിങ്ക് വഴി ഇതുപോലെ മീറ്റ് ചെയ്യും. നിങ്ങൾക്കുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്ത് ചെയ്യും, അവരെ ക്ലിയർ ചെയ്തു തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു ബ്ലോക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം, എന്തൊക്കെയാണ് നോക്കിയിരിക്കുന്നത്, എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് ആ ഫാക്കൽറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ 2 ഡേ കൊടുത്ത് 2 ദിവസം ലൈവ് സെഷൻസ് ഉണ്ടാവുന്നല്ല, ഏതെങ്കിലും ഒരു ഡേ ഉണ്ടായിരിക്കും. മറ്റേ ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി വാച്ച് ചെയ്യണം. ലെസൺ ഫ്ലോർ എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി വാച്ച് ചെയ്ത് അതിന്റെ കണ്ടന്റ് ഒക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ലെസൺ ബ്ലോക്ക് 2 ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ബ്ലോക്ക് 2 ഇതുപോലെ ലൈവ് സെഷൻ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൽ നമുക്കൊരു ഓഗസ്റ്റ് 31 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്ലോക്ക് 3 3 ബ്ലോക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലുള്ളൂ, അത് കംപ്ലീറ്റ് ആവാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്താണ്, ആ ഒരു സബ്ജക്റ്റിന്റെ എല്ലാവിധ ലൈവ് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ അതിന്റെ SLMs നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു നമ്മുടെ ആപ്പിൽ അതിന് വന്ന കണ്ടന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അതിനുശേഷം നിങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് ഇതുപോലെ സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറഞ്ഞ പേപ്പറാണ്. അതും ഇതുപോലെ നിങ്ങൾ ഓരോ ഡേയ്സ് എന്തൊക്കെ വീഡിയോസ് ആണ് കാണേണ്ടതെന്നുള്ളത് നോക്കുക. ആ ടൈം ടേബിൾ അനുസരിച്ച് ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടായിരിക്കും, പിന്നെ ലെസൺ 1 അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതും ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് അതിന്റെ ലൈവ് സെഷൻസ് നമ്മൾ ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞ സെയിം പാറ്റേണിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ജെൻഡർ
ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ പറഞ്ഞ പേപ്പറുകളാണ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ ഒരു 4 പേപ്പറിന്റെ ഓരോ ബ്ലോക്കും. ജെൻഡർ സെൻസിറ്റൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് 6 ബ്ലോക്ക് ഉണ്ട്. ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അതിന്റെ ലൈവ് സെഷൻസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാതെ വെറുതെ വന്നിരിക്കുക ചെയ്യേണ്ട. ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ ഒരു ലൈവ് സെഷൻസ് വരുന്നതിന്റെ മുന്നേ ആ ബ്ലോക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ എല്ലാ കോണ്ടന്റും വായിച്ചിരിക്കണം, എല്ലാ SLMs നിങ്ങൾ വായിച്ചിരിക്കണം, എല്ലാ വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കിയിരിക്കണം, ഡൗട്ട് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക ബൾക്കായിട്ടല്ല, നിങ്ങൾക്ക് ഒരു ദിവസം 2 വീഡിയോസ് നിങ്ങൾക്ക് കാണാണ്ടാവുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. ആൻഡ് അതിനുശേഷം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നവംബർ 26 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു മന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ സെൽഫ് സ്റ്റഡി പോലെയാണ്. ഒന്നുകൂടി ഇപ്പൊ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ലെസൺസ് ഒക്കെ കാണണം. അതിന്റെ മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇഗ്നോ പ്രീവിയസ് ഇയർ TE ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് എന്താ പറയാ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്ത എല്ലാ സബ്ജക്റ്റും ഇതുപോലത്തെ മോക്ക് എക്സാമും കാര്യങ്ങളാണ് നമ്മളൊരു December 24 വരെ ടൈം ടേബിൾ. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ എന്താണ് അടുത്ത ജാനുവരി മുതൽ നിങ്ങൾക്ക് അടുത്ത 4 സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ തരും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ആ ഒരു 4 സബ്ജക്ട് ടൈം ടേബിൾ ഇതുപോലെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടുത്ത ജൂൺ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫുൾ ആയിട്ട് നിങ്ങളുടെ ആ ഒരു കോഴ്സ് വർക്കിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കൃത്യ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കാതെ അതാ ദിവസത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതാ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അത് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ സൺഡേസ് നിങ്ങൾക്ക് അവധി ലെസൺസ് ഒന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കില്ല. ഈ ലൈവ് സെഷൻസ് ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോവുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിന്റെ ലൈവ് സെഷൻസ് വരുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ MA സോഷ്യോളജിയിലോട്ട് വരുമ്പോൾ വിസിബിൾ ആണ്. MA സോഷ്യോളജി ചേഞ്ച് ആയിട്ടുണ്ടല്ലോ അല്ലെ? MA സോഷ്യോളജി ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾ PG ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് 4 പേപ്പറാണ് മെയിൻ ആയിട്ടല്ല 4 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ്, അതുപോലെ എന്താ പറയാ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യോളജി ഇൻ ഇന്ത്യ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ്. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, സബ്ജക്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് നമ്മൾ UG ഡിഗ്രിക്ക് 8 പേപ്പർ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് 4 പേപ്പറാണ്. അപ്പൊ ആ 8 പേപ്പറിന് UGയിൽ നമ്മൾ എന്ത് ചെയ്തു, 4 ആക്കി 2 ഫേസിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ എന്താണ് 4 പേപ്പറിന് 2 പേപ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ വ്യത്യാസമുണ്ട്. അവർക്ക് 4 ബ്ലോക്കേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ഒരു സബ്ജക്ട് 10 ബ്ലോക്കോളോ അല്ലെങ്കിൽ 9 ബ്ലോക്കോളോ അല്ലെങ്കിൽ മിനിമം 8 ബ്ലോക്കെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ 4 സബ്ജക്ട് കൊണ്ട് പഠിക്കാമല്ലോ. ഇവിടെ സെയിം ഇതാണ്. നിങ്ങൾ ആദ്യം നമ്മൾ സബ്ജക്ട് സോഷ്യോളജിക്കൽ, ഞാൻ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സിമിലർ ആണ്. നിങ്ങൾ സബ്ജക്റ്റുകൾ മാത്രമേ മാറുള്ളൂ. ഇവിടെ അതുപോലെ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സിന്റെ 4 ലെസൺസ് കഴിയുമ്പോഴാണ് ഫസ്റ്റ് ബ്ലോക്ക് വരിക. അപ്പൊ അതിന്റെ ലൈവ് സെഷൻ, സെക്കൻഡ് ബ്ലോക്ക് കഴിഞ്ഞാൽ ലൈവ് സെഷൻ, അങ്ങനെ എന്ത് ചെയ്യാം, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. നമുക്ക് അറൗണ്ട് ഇവിടെ ഒരു 8 ബ്ലോക്ക് ഉണ്ട്. ഒരു സെപ്റ്റംബർ 24 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ 8 ബ്ലോക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഈ 8 നിങ്ങളും നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങളെ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിന്റെ എല്ലാവിധ കാര്യങ്ങളും വീഡിയോസ് കണ്ടിരിക്കണം. അതുപോലെ അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സ് വായിച്ചിരിക്കണം. എക്സാം PDF വായിച്ചിട്ടുണ്ടാവും. വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാമിൽ ഒരുമിച്ചായിരിക്കും കേട്ടോ നിങ്ങൾ PG ലേണേഴ്സിന്. അപ്പൊ നിങ്ങൾ അത് വായിച്ചിരിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം അതിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓരോ ബ്ലോക്കിലും നമ്മൾ കഴിയുമ്പോൾ നമ്മൾ ലൈവ് സെഷൻസ് വെക്കും. നിങ്ങളെ മെന്റേഴ്സോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയോ ആയിരിക്കും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ കൃത്യമായിട്ട് അത് പോകാൻ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ആ ഒരു സെഷൻ, ആ ഒരു ലൈവ് സെഷന്റെ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻസ് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ് കഴിഞ്ഞ വരുന്നത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ആ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഇതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 8 ബ്ലോക്കാണ് അതിനും വരുന്നത്. ഡബിൾ ആണ്. നമ്മുടെ UGനെ സംബന്ധിച്ച് ഡബിൾ എന്താ പറയാ ബ്ലോക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈവ് സെഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം പോലെ തന്നെ കേട്ടോ. നമ്മൾ സബ്ജക്റ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ആ നമ്പറിൽ ആണ് ഡിഫറൻസ് ഉള്ളൂ. ബാക്കി നമ്മൾ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ മോക്ക് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അതിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ആപ്പിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കിക്കഴിഞ്ഞാൽ ഇഗ്നോ പ്രീവിയസ് ഇയർ TE ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വിസിബിൾ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കുക. അങ്ങനെ
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു 4 സബ്ജക്ട് UG ലേണേഴ്സിനെ സംബന്ധിച്ച് PG കാര്യങ്ങളെ സംബന്ധിച്ച് 2 സബ്ജക്ട് നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. ഇതിനുശേഷം ജാനുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത 2 സബ്ജക്ടിന്റെ PG ആണെങ്കിൽ അടുത്ത 4 സബ്ജക്ട് UG ആണ് നമ്മൾ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ആപ്പ് തുറന്നു നോക്കുമ്പോൾ കുറേ വീഡിയോസ് അവിടെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് കൺഫ്യൂഷൻ ആയി എന്തെങ്കിലും മിസ്സാവും. ഈ ഒരു നമ്മൾ ലേൺ വൈസ് തരുന്ന ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മിസ്സാവുന്നില്ല. എല്ലാ ദിവസവും എന്താ പഠിക്കേണ്ടത് കൃത്യമായിട്ട് പറയും. ഇപ്പൊ ഓഗസ്റ്റ് 15 എന്താ പഠിക്കേണ്ടത് വെച്ചാൽ നമുക്കറിയാം സോഷ്യോളജിക്കൽ തിയറീസും കൺസെപ്റ്റും ലെസൺ 8 പഠിക്കും, ലെസൺ 9 പഠിക്കും. വീഡിയോസ് കാണണം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് മെറ്റീരിയൽസ് വായിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോയപ്പോൾ UG ആണെങ്കിൽ PG ആണെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ എയിമോട് കൂടി ആയിരിക്കും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. അതിന് എല്ലാവിധ സപ്പോർട്ട് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഒരു മെസ്സേജ് ദൂരത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെന്റേഴ്സ് ഇപ്പോൾ ലേൺ വൈസ് ടീം നിങ്ങളെ കൂടെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഈ ഒരു ലേൺ വൈസ് ടീം ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഫ്ലൈയിങ് കളേഴ്സും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അതിന് സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് മൺഡേ മുതൽക്ക് ഇതിന്റെ ലെസൺസ് എല്ലാം കണ്ട് കൃത്യമായിട്ട് ഈ ഒരു ജേർണി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞ വശം നിങ്ങൾക്ക് ഇതിന്റെ എന്ത് ചെയ്യും ടൈം ടേബിൾ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ അത് വെച്ച് ഫോളോ ചെയ്യാൻ പഠിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി അല്ലെ? എന്താണ് പലരും കുട്ടികളും ചോദിച്ചിരുന്നു, മിസ്സേ ടൈം ടേബിൾ എന്താണ്, എപ്പോഴാണ് ടൈം ടേബിൾ കിട്ടുക, എന്ന് തൊട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്, ക്ലാസ് എന്നാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനിയിപ്പോ അത് എല്ലാവർക്കും പേഴ്സണലി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പൊ എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ലൈവ് സെഷൻസ് വരുന്നതെന്ന് സാറ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളാം. എന്തെങ്കിലും ഡൗട്ട്സ് പഠിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്ററോട് ചോദിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ എന്താണ് മിസ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? അതിരാ മിസ്. മാം, നമുക്കുണ്ടല്ലോ ഇവര് ഇത്രയും ദിവസം എന്താ പറയാ കുറെ സെഷൻസ് ഒക്കെ പങ്കെടുത്തു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് ഇവരുടെ ഒരു ഇത്രയും ദിവസത്തെ നമ്മുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ജസ്റ്റ് ഇവർക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കൊടുത്താലോ, ഇവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് സഞ്ചരിച്ചാലോ, അതെങ്ങനെയായിരുന്നു എന്നും ഇവരുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ജസ്റ്റ് എന്തൊക്കെ നമ്മൾ ഈ ഒരു 10 ഡേയ്സിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം മാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം അല്ലേ. കഴിഞ്ഞ നമ്മുടെ ഈ ഒരു സോഷ്യോളജി എന്നല്ല, നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻസിലെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. A visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained.
as our sessions conclude, the bonds and memories we've forged will endure. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? ഹാപ്പിയാണോ? ഓക്കെ. നിങ്ങൾക്ക് റിയാക്ഷൻസ് ജസ്റ്റ് ഇടുവൊന്നും വേണ്ട, അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇപ്പൊ അറിയാമല്ലോ, നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് നമ്മൾ തുടക്കം തൊട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സെക്ഷൻസിനനുസരിച്ച് നമ്മൾ ബെസ്റ്റ് പെർഫോമറെ സെലക്ട് ചെയ്യുമെന്ന്. അപ്പൊ എല്ലാവരും നല്ല പെർഫോമർ തന്നെയാണ്, നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് കുറച്ച് വരെ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, പിന്റുമോൻ ആണ് അല്ലേ? BA സോഷ്യോളജിയിൽ July 24 പിന്റുമോൻ. ഒരാൾ മാത്രമായ പറ്റത്തില്ലല്ലോ, ഒരാളുടെ വേണ്ടേ? നെക്സ്റ്റ്, BA സോഷ്യോളജിയില് നമുക്ക് വിന്നർ ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്റുവിനെയാണ്. നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതുപോലെ ക്യാമറ ഓൺ ചെയ്ത് എല്ലാ സെഷൻസും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ബെസ്റ്റ് പെർഫോമർ. പിന്റുവിന് എന്താ സംസാരിക്കാനുള്ളത് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം അല്ലെ? അതെ അതെ, പിന്റുവിനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല മാം. സോ എന്താ പറയാ, ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്തതിൽ ഹാപ്പിയാണ്. പിന്നെ സെഷൻസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സെഷൻസും അല്ലെങ്കിൽ ഒരു നമ്മൾ ഇനിഷ്യലി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ മെത്തേഡ് ആയിരുന്നല്ലോ. സോ അതൊരു നല്ല അനുഭവമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ലപോലെ എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ സെഷൻസും എന്താ പറയാ, ഒന്നും ക്യാൻസൽ ചെയ്യാതെ എല്ലാം പക്കായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പിന്നെന്താണ്, നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? ഇഷ്ടപ്പെട്ട സെഷൻ നമ്മള് ഇപ്പൊ ഇന്നത്തെ സെഷൻ കൊള്ളായിരുന്നു. നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം അത് നല്ല ബെസ്റ്റ് ആയിരുന്നു. അത് അങ്ങനത്തെ ഒരു ഗൈഡൻസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണം. പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മളുടെ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ സോഷ്യോളജി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ട് അത് നല്ല സെഷൻ ആയിരുന്നു. അതെ അതെ അതെ, ഇതെല്ലാം നല്ലതായിരുന്നല്ലേ? എൻജോയ് ചെയ്തിരുന്നോ നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ? വളരെ എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ ഒരു ബാക്ക് ടു ഫീൽ, സ്കൂളിന്റെ ആ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് ഒരിക്കലും മിസ് ചെയ്യാണ്ട് തന്നെയാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും, എന്റെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you so much. Once again, congrats. Thank you. Congratulations. Okay, നമുക്കിനി ML നോക്കാം അല്ലേ മാം? ML നവിശാന ഉണ്ടോ? സെഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഹലോ, കേൾക്കുന്നുണ്ട്. ഹായ്. ഹായ്, താങ്ക്സ് ഫസ്റ്റ് ഓഫ് ഓൾ. എന്താ പറയാ, ഈ ഇത്ര കാലം 10 ഓറിയന്റേഷൻ സെക്ഷനും അടിപൊളിയായിരുന്നു. നല്ല കോർഡിനേഷനോടെ എല്ലാ സെക്ഷനും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റി. എന്താ പറയാ, ലേൺ വൈസിൽ ആദ്യം ചേരുമ്പോൾ ജസ്റ്റ് എന്താ പറയാ, ഒരു റെക്കോർഡഡ് ക്ലാസ് ജസ്റ്റ് കേൾക്കുക, അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. മെന്റർ ആണെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അത് വിചാരിച്ചിട്ട് മാത്രമാണ് അതിലേക്ക് കയറിയത്. പക്ഷെ ഓറിയന്റേഷൻ 10 ഓറിയന്റേഷനിലൂടെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 വർഷം ഈ ലേൺ വൈസിന്റെ കൂടെ ഉണ്ടാവാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു ഇങ്ങനെ ഒരു ഇതിൽ സെലക്ട് ചെയ്തതിന്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം. നമുക്ക് ഒരാളൂടെ ഉണ്ട്.
ആളെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നമുക്ക് MA സോഷ്യോളജിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണ്. ആൾ കൂടെ നമ്മൾ ബെസ്റ്റ് പെർഫോമറിന്റെ കൊടുക്കുന്നുണ്ട്. മാഡം ഷെയർ ചെയ്യാമോ? ഓക്കെ അല്ലെ? ഞാൻ ചെയ്യാം. എന്തായാലും ഇതല്ലാത്തവർക്ക് നമ്മൾക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ നമ്മൾ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോ അയ്യോ ഞാൻ ചെയ്തു വന്നപ്പോഴേക്കും കുറച്ച് സമയം പോയി, എനിക്ക് ബെസ്റ്റ് ആവാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അച്ചീവ്മെന്റ് അവാർഡൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അപ്പൊ അത് കാണുന്നുണ്ടോ? സർപ്രൈസ് എലമെന്റ് ആണ്. ഓക്കെ, കാണുന്നുണ്ടോ നഫീഹ? കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ കണ്ടായിരുന്നോ? കാണുന്നുണ്ടോ മിസ്? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ. നഫീഹ ഉണ്ടോ ഈ സെഷനില്? കാണുന്നുണ്ട്. എവിടെയാണ്? ഞാൻ ഓണാക്കി ഒന്ന് പുറത്തേക്ക് വരൂ. നമ്മള് ഇത്രയും ബെസ്റ്റ് സ്റ്റുഡന്റ് ഒക്കെ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ബെസ്റ്റ് ലേണർ ലിസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ട് നഫീഹ? എങ്ങനെയുണ്ടായിരുന്നു ഓറിയന്റേഷൻ സെഷനൊക്കെ? ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഓൺ ചെയ്യൂ. ഓറിയന്റേഷന് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് അയക്കണ് ചേർന്നപ്പോ ഞാൻ ലൈവായിട്ട് കേട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത്. നല്ല ക്ലാസ് തന്നെയായിരുന്നു. നല്ല വർക്കായിരുന്നു അല്ലേ? കാരണം നഫീഹ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു വന്നിരുന്നെങ്കിലും ഓറിയന്റേഷൻ എന്താണ്, ഇതുവരെ കഴിഞ്ഞ ഓറിയന്റേഷൻ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു. അപ്പൊ ആൾക്ക് നമ്മൾ സ്പെഷ്യൽ ഒരു മെൻഷൻ കൊടുക്കേണ്ടത് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റെക്കഗ്നൈസേഷൻ തന്നത് കേട്ടോ. താങ്ക് യു. അടുത്തത് ആരാണ് വരുന്നത്? നമുക്ക് ഒരു ഫീഡ്ബാക്ക് എന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഇത്രയും ഒരു 10 days നമ്മളൊരു ജേർണി പോലെ നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഫുള്ളി കവേർഡ് ആക്കിയിട്ടാണ് നമ്മൾ സെഷൻസ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ ഇതില് വിളിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മുടെ ഓറിയന്റേഷനകത്ത് നിങ്ങളെ ആരെയും വിളിച്ചിട്ടല്ല നിങ്ങൾ എല്ലാവരും വന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ വോളണ്ടറിലി വരിക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ പലർക്കും വിചാരിക്കും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നല്ലോ, ഒരു സെഷൻസ് ഒക്കെ ഞാൻ വിട്ടുപോയിട്ടുള്ളൂ, എന്തുകൊണ്ടാണ് എന്നെ എടുക്കാതിരുന്നത്. പക്ഷെ ഇതല്ല, ഇതിന് നല്ല സാധനം നമുക്ക് വേറെയുണ്ട്. ഇത് ബെസ്റ്റ് നമ്മൾക്കൊരു അച്ചീവ്മെന്റ്, ബെസ്റ്റ് പെർഫോമർ എടുക്കുന്നല്ലേ അച്ചീവ്മെന്റ് ആയിട്ട് മാത്രമേ നമ്മളിത് കാണുന്നുള്ളൂ, ഇല്ലേ മാഡം? പക്ഷെ ഇതിലൊക്കെ നല്ല എക്സലൻസ് അവാർഡ് ഉണ്ട് നമ്മുടെ. അതാണ് മെയിൻ. ഓറിയന്റേഷന്റെ മെയിൻ എന്ന് പറഞ്ഞ എക്സലൻസ് അവാർഡാണ്. അത് നമ്മൾ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിളും അതേപോലെ ആ ഒരു ഫീഡ്ബാക്കിന് ഒരു ഗൂഗിൾ ഫോം ആണ്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ എക്സലൻസ് അവാർഡ് കിട്ടുന്നത്. അപ്പൊ പിന്റു അതും നമ്മളുടെ ഒരു ചലഞ്ചിങ് ഫാക്ടർ തന്നെയാണ്. അച്ചീവ്മെന്റ് കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിൽ കോമ്പറ്റ് ചെയ്യാതിരിക്കരുത്. അത് എക്സലൻസ് ആണ്. ലേൺ വൈസിന്റെ ബെസ്റ്റ് ആണ്. ജൂലൈ 24 ഏറ്റവും ബെസ്റ്റ് ആളെ എടുക്കുന്നതാണ് എക്സലൻസ് അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒരു ഗൂഗിൾ ഫോം. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അതിന് വിൻ ചെയ്യാനായിട്ട് എല്ലാവരും മാക്സിമം അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ എഗെയിൻ പറയുന്നില്ല, നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം നിങ്ങളുടെ ഒപ്പം നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ കൂടെ ഈ ഒരു എൻറ്റയർ സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മൂലം കിട്ടിയ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. ലൈവ് സെഷൻസ് അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, എന്റെ ടൈമിംഗിന്റെ ഡിഫറൻസ് കാരണം. യൂട്യൂബ് വീഡിയോസ് ആണ് റെഫർ ചെയ്തത് കൂടുതലും. എനിക്കൊരു പോസിറ്റീവ് വൈബ് തോന്നുന്നു. പറഞ്ഞു. അല്ല, അറ്റൻഡ് ചെയ്ത സെഷൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഞാൻ കുറച്ച് വീഡിയോസിന്റെ ലിങ്കും ഒക്കെ അയച്ചു തന്നല്ലോ. ആൽബർട്ട് സമയത്തിന്റെ ഒരു പരിധി അനുസരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കുറച്ച് ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്ത് തന്നായിരുന്നല്ലോ, അതൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല സെഷൻസ് ആണ്, നല്ല സെഷൻസ്. ഞാൻ എല്ലാം കണ്ടിരുന്നു വീഡിയോസ് ഒക്കെ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡും എല്ലാം കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. ഇപ്പം ഈ നിലയിൽ പോകുന്ന ഒരു പ്രോപ്പർ വേ ആണെന്ന് തോന്നുന്നുണ്ട്. ഗൈഡൻസ്, മെന്റേഴ്സ് ഉണ്ട്, നമുക്ക് ഏത് ഹെൽപ്പിന് ഉണ്ട്, ഹാപ്പിനെസ്. അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. അവസാനം വരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത് സ്റ്റഡി ചെയ്ത് പോകുന്നു പ്രതീക്ഷിക്കുന്നു. ആരാണ്? വീഡിയോ ഓൺ ചെയ്തിട്ട് വരും, വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കും. ഈ ഒരു ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ, അത് വളരെ
ഹാപ്പിലി വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ആവാം. അപ്പൊ ഒന്ന് ക്യാം ഓൺ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. എല്ലാവർക്കും അറിയും ചെയ്യാലോ എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് പല സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അവർക്ക് ആ വീഡിയോ കാണാനും ഒരു പ്രചോദനമാവും നിങ്ങളുടെ വേർഡ്സ് എന്ന് പറയണം. സോ അതുകൊണ്ട് ആരെങ്കിലും വരൂ പ്ലീസ്. മാം എല്ലാരും പിണങ്ങിയിരിക്കുവാണോ? അതെ, എന്ത് എന്റെ പേര് മാത്രം പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇനി മിണ്ടൂല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുവാണോ ഇനി? അതിനിപ്പോ ഞങ്ങള് അവസാനിക്കാണ്. സങ്കടാണോ? എവിടെ ഞാൻ വൈശാഖ് വൈശാഖ് ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് വൈശാഖ് വെയിറ്റിംഗ് ആണ്. മിസ്സേ സെഷൻ ഇല്ലേ? അതെ ഞാൻ മിസ്സേ ഞാൻ ഇവിടെ ഉണ്ട്, സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേന്ന് ചോദിച്ച ആളാണ് വൈശാഖ്. വീഡിയോ ഓൺ ചെയ്ത് വാ, വന്നാട്ടെ. വൈശാഖിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. എന്റെ ഇത് ഫസ്റ്റ് സെഷനാണ്, ഞാൻ ഇപ്പോഴാണ് കയറണത്. ഇതിനു മുമ്പൊന്നും കയറാൻ പറ്റി. വീഡിയോ ഓൺ ചെയ്യാമോ? ഏരിയയിലെ റോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വൈശാഖ് സെഷൻസ്? ഇന്നത്തെ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഇതിന്റെ മുമ്പത്തെ കാണണമെന്നുണ്ടായിരുന്നു, മിസ്സായി പോയി. ആ ടേബിളിന്റെ കാര്യമൊക്കെ കണ്ട് മനസ്സിലായി. കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. അപ്പൊ ഫ്രണ്ട്സിന് എന്താണ്, വൈശാഖിന് എന്താണ് പറയാനുള്ളത് ഫ്രണ്ട്സിനോട്? നിങ്ങളുടെ ഒരു ബാച്ച്മേറ്റ്സ് അല്ലേ അവര്? അപ്പം എന്താണ് അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വസോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എല്ലാരും നന്നായിട്ട് പഠിക്കുക, സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെന്ററിനോട് ചോദിക്കുക, എല്ലാരും വിജയിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലേ? അതെ, എന്താണ് ഭാവിയിലെ സോഷ്യോളജിസ്റ്റുകളാണ്, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളുകളാണ്. BA-ക്കാരാണെങ്കിലും MA-ക്കാരാണെങ്കിലും ഇതെന്താണ് സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആളുകൾ ഇങ്ങനെ കാണാൻ പറയത്തില്ല. അതെ, വിളിക്കേണ്ടി വരും. പിന്തു പറഞ്ഞ പോലെ മിക്കവാറും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. സോഷ്യോളജിസ്റ്റുകൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ആളുകളാ. നിങ്ങൾ അത്രയും സോഷ്യലായി ബിഹേവ് ചെയ്യേണ്ട ആളുകളാണ് അല്ലേ? ആഗ്രഹം നെറ്റ് തീരെ സ്റ്റേബിൾ അല്ല, അതുകൊണ്ടാ വരാത്തത്. ഓക്കെ, കുഴപ്പമില്ല, വോയിസ് ആയാലും മതി, പിൻ ചെയ്തോളാം. പറഞ്ഞോളൂ, വന്നതല്ലേ, പറഞ്ഞിട്ട് പൊക്കോളൂ. വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നെറ്റ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ്. മിസ് പറയുന്നത് കേൾക്കില്ല, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കില്ല. ക്ലിയർ ആവുന്നില്ല? സിറാജ് പറയുന്നോ? വീഡിയോ ഓൺ ചെയ്ത് സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഓറിയന്റേഷൻ ക്ലാസ് എല്ലാം നല്ലതാണ്, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്നുവെച്ചാൽ നമുക്ക് 2-3 ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിരുന്നു. പക്ഷെ മിസ്സായപ്പോൾ എനിക്ക് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിലുണ്ട്, മൈൻഡുണ്ട്. പക്ഷെ 2-3 ക്ലാസ് മിസ്സായിരുന്നു. നല്ല സപ്പോർട്ടീവ് ആണ്. മെന്റർ ആയാലും നിങ്ങളുടെ ഓറിയന്റേഷൻ ക്ലാസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഇനി ഈ ബാച്ചിലുള്ള എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവർക്കും നല്ലോണം പഠിക്കാൻ പറ്റട്ടെ, പാസ്സാവാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു. ഇതുപോലെ വരൂ നിങ്ങൾ ഓരോരുത്തരും. സ്വപ്ന സ്വാതി, സുഹേൽ ഇപ്പൊ വന്നാലും കുഴപ്പമൊന്നുമില്ല. സ്വാഹിൽ പറഞ്ഞോളൂ. ഹലോ മാം, ഞാൻ പറ്റിയുള്ളൂ, ഞാൻ ഒന്നും കേട്ടില്ല എന്താ സംഭവം. എന്താ സംഭവം? ആള് ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ, അതാണ് സംഭവം ഒന്നും അറിയാത്തത്. അപ്പൊ ഒന്നും അറിയത്തില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒക്കെ അയച്ചു തരാം ഇതിന്റെ എല്ലാം. അപ്പൊ നമ്മുടെ ബാച്ച്മേറ്റ്സിന് ഒരു വിഷ് പറഞ്ഞിട്ട് സ്വാഹിൽ പൊക്കോളൂ. സ്വാഹിൽ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഐ എം സോറി എല്ലാരോടും. ഐ എം സ്വാഹിൽ, എല്ലാവരോടും. എല്ലാവർക്കും എന്റെ വിഷ്. എല്ലാവർക്കും എന്റെ വിഷസ്. എന്തിനു വേണ്ടിയാണ് വിഷസ്? നമ്മളെല്ലാരും ഒന്നിച്ച് പഠിക്കുക, പാസ്സാവുക, അതന്നെ. നമ്മളെല്ലാരും ഒന്നിച്ച് പഠിക്കുക, പാസ്സാവുക അല്ലേ? ഓക്കെ. ഒന്നില്ലെങ്കിൽ ഇന്നലെ ജോയിൻ ചെയ്ത കുട്ടിയല്ലേ, വന്നുല്ലോ പറയാനായിട്ട്. സ്വപ്ന റെഡിയാണേ? കേൾക്കുന്നില്ല കേട്ടോ, മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ഞാനും ഇതേപോലെ തന്നെ എല്ലാ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഒന്ന് ഔദ്യോഗികമായ എന്തെല്ലാം തിരക്ക്, ഒന്നുകിൽ ട്രെയിനിലായിരിക്കും,
അങ്ങനെയുള്ള ഉള്ളതുകൊണ്ട് എല്ലാ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അറ്റൻഡ് ചെയ്ത ക്ലാസ് ഒക്കെ വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കുറച്ച് ബാക്കാണ്. അപ്പൊ അത് ആദ്യം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നില്ലേ, അതിന്റെ ഓറിയന്റേഷൻ ഒന്ന് പിന്നെ മാഡം ഒന്ന് ഇട്ട് തന്നാല് കുറച്ചും കൂടി നന്നായിരുന്നു. നമുക്ക് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ഫ്രീ ആയിട്ട് ലാംഗ്വേജ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 1 ഇയർ കോഴ്സ് ആണ്. അപ്പൊ അതിൻ്റെത് ഫസ്റ്റ് ഇയറിന്റെ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ഒക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് 2.0 ലോഞ്ച് ആണ്. അപ്പൊ അത് ഉടനെ ഉണ്ടാവും. ലാംഗ്വേജിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഫ്രീ ആയിട്ട് നമ്മൾ സെഷൻസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജിനെ അഭിമുഖീകരിക്കാനുള്ള പേടിയൊക്കെ മാറിക്കോളും. ഓക്കെ, അപ്പൊ അത് ലാംഗ്വേജിനെ നമ്മൾ പേടിക്കുക. വാ അർജുൻ, പറഞ്ഞോട്ടെ. നമ്മുടെ ഫീഡ്ബാക്ക് കളക്ഷൻ എടുത്തതാണ്. പറയും. നല്ല ക്ലാസ്സുകളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതാ അർജുന? അടുത്ത ഓരോന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചെടുക്കുന്നതിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ. സേ ഹലോ ടു ഗെയിം. സേ ഹലോ. ഓക്കെ, ആ സെഷൻ ഒന്നുകൂടെ വേണം അർജുന. കിട്ടിയ കൊള്ളാം അല്ലേ? അതാ പഠിത്തമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, നമുക്ക് ഗെയിം ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം. ഇതൊന്നുമല്ല, നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി വേണം. വൈശാഖിന് വേണം. അത് ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ ഓണം വരുന്നുണ്ട്. നമ്മൾ ഓണത്തിന് ഇതുപോലെ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്യും. നിങ്ങളുടെ കലാകാരന്മാരും കലാകാരികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവർക്കും അവസരങ്ങൾ നമുക്ക് ഓൺലൈനിൽ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വേണം. അപ്പൊ ഇപ്പോഴേ ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാതെ ക്യാം ഓൺ ആക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? അപ്പൊ എന്തായാലും ഇനി ആരാ ഓൺ ആക്കിയിട്ട് പറയുന്നേ? നമുക്ക് നോക്കാം കേട്ടോ അർജുൻ, നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഓണവും ക്രിസ്മസും ഒക്കെ വരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ഇതുപോലെ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വെർച്വലി. അപ്പൊ ഗെയിം ഫാത്തിമയ്ക്ക് അവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ബഹളമാണ്, വീഡിയോ ഓഡിയോ ഒന്നും ഓണാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സരിത മാം, അത്യാവശ്യം തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും ഇടാൻ പറ. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാലും മതി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം. കഴിവതും നിങ്ങൾ വീഡിയോ ഓൺ ആക്കി സംസാരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പഠിക്കുന്ന ഫീൽഡ് ആദ്യം ആലോചിക്കാൻ. ഓക്കെ, അതിരമ്മ ഓവർ ടു യു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങള് ഒന്ന് ക്യാം ഓൺ ചെയ്ത് വരിക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇനിയും നിങ്ങളെ ഒരുമിച്ച് കാണാനും അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ എന്താ പറയാ കൂടെ പഠിക്കുന്ന ആളുകളെ വിഷ് ചെയ്യാനുള്ള അവസരവും ഇനി നമുക്ക് അധികം ഉണ്ടാവില്ല. ഇങ്ങനെ വരുന്ന ഒക്കേഷൻസ് മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ലേ, നിങ്ങളുടെ ഇത്രയും വലിയൊരു സ്വപ്നം അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ തുടങ്ങുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യാനായിട്ട് ഒന്ന് വരികയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം അറിയാം, നമ്മുടെ ഒരു ക്ലൈമറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്തിട്ട് വരാനായിട്ട് നോക്കുക. ഇത് ചിലർക്ക് പറ്റിയിട്ടും മടിയായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ സോഷ്യോളജിസ്റ്റുകളാണ്, ഭാവിയിൽ ആ ഒരു മേഖലയിലേക്ക് തിരിയേണ്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ട്, നമ്മൾ അംഗീകരിക്കണോ? അതല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും കൂടി പ്ലീസ് വന്നിട്ട് നമുക്ക് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 10 days പ്രോഗ്രാം എന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനോട് എന്താണ് പറയാനുള്ളതെന്നും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കും എന്താ പറയാ ഈ പറഞ്ഞ പോലെ അറിയാലോ എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. ഞാൻ 7ാമത്തെ സെഷൻ തൊട്ടാണ് അറ്റൻഡ് ചെയ്തത്. ബാക്കി റെക്കോർഡഡ് കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ കേട്ടോ. ബാക്കി റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ മാം അയച്ചു തന്നായിരുന്നു. ഓറിയന്റേഷൻ സെഷൻ വാസ് ക്വൈറ്റ് ഇൻസൈറ്റ്ഫുൾ on how the program is going to be. The faculty is also knowledgeable and they were willing to help the students in case of any queries and doubts. So ellarkum including me best wishes നൽകുന്നു, നേരുന്നു എല്ലാവർക്കും. Okay, thank you.
ഭയങ്കര ഇൻസ്പിറേഷണൽ വേർഡ്സ് ആയിരുന്നു ആടെ അല്ലേ? കണ്ട ആൽബർട്ട് പറഞ്ഞു കേട്ടോ, പൊളിച്ചു. ആൽബർട്ടിനൊക്കെ നെറ്റില് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ആൽബർട്ട് ഇപ്പൊ വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്റെ അവസരം കഴിഞ്ഞു, ഞാൻ ഇതുപോലെ വേണം ഇതിനപ്പുറം പൊളിച്ചു. സോഷ്യോളജിസ്റ്റുകൾ. ചിത്ര പറയുന്നത് സെഷൻ വാസ് വെരി ഗുഡ് കോൺഫിഡൻസ് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ഓക്കെ, മനസ്സിലായ പോലെ ഇരിക്കുക. പേടിക്കണ്ട. ആർക്കാണ് ലാംഗ്വേജിനോട് ഡൗട്ട് ഉള്ളതാണ് സാർക്ക് വന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടില്ലേ? എന്നെ ക്ലിയർ ആയിട്ടാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്റെ വേറെ സെഷൻസ് ആയിരുന്നു. അപ്പൊ ഈയുടെ സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അപ്പുറം പറയും. പറയും. അതെ. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന സെഷൻസ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തികച്ചും ഫ്രീ ആണ്. അഡീഷണൽ കോഴ്സ് എന്താണ് അയ്യപ്പദാസ് പറയുന്നില്ലേ? വാ. അയ്യപ്പദാസ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്. എവിടെയാണ്? അബ്രോഡ് ആണ് ആള്. ഞാൻ ഫസ്റ്റ് സെഷനിൽ കണ്ടൊരു ഓർമ്മയുണ്ട്. നടന്നിട്ട് അടക്കം മാക്സിമം സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കിയ ആളാണ്. ഇന്നും അതുപോലെ ഒരു ഇഷ്യൂ ആണ്. അല്ല എങ്കിൽ എന്ത് ചെയ്യാം, വന്ന് പറയാട്ടോ. വീഡിയോ ഓൺ ചെയ്ത് പറയൂ. സോഷ്യോളജി എടുത്ത സ്റ്റുഡൻസ് ഇത്രയും എന്താണ് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതിൽ ഇച്ചിരി ബാക്കിലോട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി ചെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാരല്ലേ? അപ്പൊ ഇത്രയും ഷൈ ആയിട്ടിരുന്നാൽ എന്താ ചെയ്യാ? വന്നാട്ടെ. ഞാൻ പുതിയ ആൾക്കാരും വരുന്നില്ല. പഴയ ആൾക്കാരെ ഞങ്ങൾക്ക് വിളിക്കുന്നില്ല, പുതിയത് വരട്ടെ. എന്നിട്ട് പഴയ ആൾക്കാരെ എവിടെയോ എന്തോ 2-3 സെന്റൻസ് പഠിച്ചിട്ട് വന്നതാ മേഡം. അതിവിടെ ഒരാൾ പറഞ്ഞല്ലോ, നീ അടുത്ത എന്റെ ചാൻസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ പോയ കാര്യം വരട്ടെ. അതല്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ. എനിക്ക് കുറച്ച് കിട്ടീന്നൊക്കെ. ആബിദ് പറയാനാണോ? ആബിദിനെ ഞാൻ വിളിക്കാഞ്ഞത് എന്താന്ന് വെച്ചാല് ആബിദ് വർക്ക് ചെയ്യുന്നിടത്ത് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്താണ്? ഓക്കെ, അയ്യപ്പദാസ് വന്നിട്ടുണ്ട്. അയ്യപ്പദാസ് പറയട്ടെ. ഓക്കെ. ഇന്നും നടത്തം തന്നെയാണ്. അയ്യപ്പദാസ് ഇങ്ങോട്ട് നോക്കിക്കേ, ഞങ്ങൾ ഇത്രയും പേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാട്ടെ, എങ്ങനെയുണ്ട്? ആക്ച്വലി എനിക്ക് നമ്മുടെ ഈ സെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ റൂമിലേക്ക് പോകുന്നത്. അപ്പൊ അത് കാരണമാണ് ഞാൻ നടക്കുന്നത് മാത്രം നിങ്ങൾ കാണാനുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു സെഷൻസ്? അറ്റൻഡ് ചെയ്ത സെഷൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് എന്തായാലും ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഉണ്ടായിരുന്നു, ഷേഹലു ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു 3 ടോട്ടല് 3 അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. നല്ല സെഷൻസ് ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ടെമ്പറേച്ചറിന്റെ പ്രശ്നം കാരണം നമ്മുടെ ഡ്യൂട്ടിയുടെ ഷെഡ്യൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചേക്കാണ്. അപ്പൊ അത് കാരണം ഈ ചൂട് ഉള്ള ടൈമിൽ നമുക്ക് ഇല്ലാത്ത കാരണത്തിൽ ലേറ്റ് ആയിട്ടാണ് പോകുന്നതും വരുന്നത്. അപ്പൊ അത് കാരണം സെക്ഷൻസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അറ്റൻഡ് ചെയ്തത് 3 നന്നായിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എനിക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിട്ടല്ല, മിസ് നിങ്ങളെ കഷ്ടപ്പെട്ട് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്ന് പറഞ്ഞത് എന്നല്ലേ? ഓക്കെ. ആളുടെ സിറ്റുവേഷൻ ലൈക്ക് അങ്ങനെയാണ്, വർക്കിംഗ് അല്ലേ, ആയിരിക്കാം. അടുത്തത് ആരാണ്? ആബിദ് പറയുന്നോ? എന്തോ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ ആരോ, എവിടെ? അത് ആൽബർട്ടാണ്. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ ആബിദ്? അല്ല, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമോ? വളരെ നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു. പലതും കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചിലതിലൊക്കെ പകുതിയിലൊക്കെ വെച്ചാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ കേട്ടെടുത്തോളം കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് നോക്കി ബേസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ആശംസിക്കുന്നില്ലേ? ഓക്കെ, താങ്ക് യു. ആബിദ് വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ ആബിദ് വീഡിയോ ഓൺ ചെയ്ത് ഇത്രയും നല്ലൊരു വിഷസ് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. ആള് ഷിപ്പിലാണ്, അത്രയും നെറ്റിന്റെ ഇഷ്യൂ വന്നിട്ടും സ്റ്റുഡന്റ് വന്നുമല്ലോ, വളരെയധികം സന്തോഷം. താങ്ക് യു ആബിദ്. അടുത്തത് ആരാണ്? ചിത്രയ്ക്കൊന്നും പറയാനില്ലേ? ചിത്രയല്ല, ചൈത്രയ്ക്കൊന്നും പറയാനില്ലേ? ചൈത്ര, സരിത, ജ്യോതി. ഞാൻ ഇനി അറ്റൻഡൻസ് വിളിക്കേണ്ടി വരും. ലേഡീസ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിട്ടോ. ജാസ്മിൻ എന്ത്? ജാസ്മിൻ കുറച്ചുകൂടെ മുമ്പോടെ എന്നോട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞ മിസ്സേ, ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി, എനിക്ക് പറ്റുന്നില്ല കയറാനൊക്കെ.
ഓക്കെ പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ്സിലാണ്. കുറച്ച് ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വന്നതിന്റെ കുറച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി. മാക്സിമം ഒരുപാട് നാളായി പഠിച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഴയതെല്ലാം പൊടി തട്ടി എടുക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ മിസ്സൊക്കെ ഒരുപാട് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കുമ്പോഴും എല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സപ്പോർട്ടീവാണ്. പിന്നെ ഞങ്ങള് കൂടുതലും പെൺകുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേനും ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിക്കുക എന്നൊരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കും ഓരോ പെൺകുട്ടികൾക്കും ഉള്ളത്. അപ്പോ എന്റെ കാര്യം തന്നെ ആയാലും ഞാനൊരു വീട്ടിലെ തന്നെ മൂത്ത ആളാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു MSW എടുക്കണം, സോഷ്യോളജി എടുക്കണം എന്നൊക്കെ. പക്ഷേ മൂത്ത ആളായത് കൊണ്ട് തന്നെ നേരത്തെ കല്യാണം കഴിഞ്ഞു, പഠിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മനസ്സിനകത്ത് ആ ഒരു സ്വപ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും മിക്കവരുടെ അവസ്ഥ എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഞാനിപ്പോ നോക്കിയപ്പോ തന്നെ ഒരുപാട് പല ഏജിലെ പല ആൾക്കാര്. അപ്പൊ വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പോഴും ഇതുപോലെ പഠിക്കണം എന്ന് പറയുന്ന മോഹം ഇപ്പം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, ആ വിശ്വാസം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ അത് കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട അക്കാഡമിക്കായിട്ട് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക, ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റ്സും നമ്മൾ തന്നിട്ടുണ്ട്. ആപ്പിനകത്ത് വേണ്ട കണ്ടന്റ് എല്ലാം തന്നിട്ടുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓരോരുത്തരും ചെയ്താൽ മതി. ബാക്കി എല്ലാ കണ്ടന്റ്സും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ, എനിക്കറിയാം ഞാനിപ്പോ ഓൺബോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് അവരുടേതായ ആഗ്രഹങ്ങൾ. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഡിസ്കവർ ചെയ്ത് എടുത്ത നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. അതിന് വേണ്ട ലേണിംഗ് പ്ലാറ്റ്ഫോം ഞങ്ങൾ അവിടെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസ അർപ്പിക്കുകയാണ് ഇൻ ദ ബിഹാഫ് ഓഫ് ലേൺ വൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.